നമസ്കാരം. ധനം ഒരിക്കലും ഒരിടത്ത് നിൽക്കുന്നതല്ല. ഭാഗ്യം ജീവിതത്തിൽ വരുന്നതും പോകുന്നതും ഒരേപോലെയാകുന്നു. ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങൾ. ദൗർഭാഗ്യങ്ങളും അമിതമായി സന്തോഷിക്കുകയോ വിഷമിക്കുകയോ ചെയ്യുന്നതും ശുഭകരമല്ല. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രം. അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ ഏവർക്കും സന്തോഷം നൽകും. ഇനി അപ്രതീക്ഷിതമായ ധനമാണ് എങ്കിൽ അല്പം കൂടുതൽ സന്തോഷം പലർക്കും വന്നു ചേരും. അപ്രതീക്ഷിതമായ ധനം വീടുകളിൽ വന്നു ചേരുന്നതിന് മുൻപ് ചില ജീവികൾ വീടിൻ്റെ പരിസരത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവയെ കണ്ടാൽ ഉറപ്പിക്കാം, ഉടനെ തന്നെ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന്. ഈ ജീവികൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ ജീവി എന്ന് പറയുന്നത് കീരിയാകുന്നു. കീരിയെ പെട്ടെന്ന് വീടുകളിൽ കാണാത്ത ഒരു ജീവിയാകുന്നു. വളരെ അപൂർവമായി മാത്രമേ കാണൂ എന്നതാണ് വാസ്തവം. എന്നാൽ കണ്ടാൽ ഈ ഫലങ്ങൾ വന്ന് ചേരുകയും ചെയ്യും. വീടിൻ്റെ വടക്ക് ഭാഗത്ത് കാണുന്നതാണ് ഏറ്റവും വിശേഷം എന്ന് പറയുന്നത്. കീരി കുബേർ ദേവനുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ജീവിയാകുന്നു. അതിനാലാണ് ഇത്രമേൽ പ്രാധാന്യം നാം പറയുന്നത്. ഇണകളായി കാണുകയാണ് എങ്കിൽ വളരെ ശുഭം. പക്ഷേ അപൂർവമായി മാത്രമേ ഇത്തരത്തിൽ കാണുവാൻ സാധിക്കൂ. ഒരു വീട്ടിൽ പെട്ടെന്ന് ധനം വന്ന് ചേരാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കൈവരിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് കീരിയെ വീടുകളിൽ കാണുന്നതിലൂടെ നാം അർത്ഥമാക്കേണ്ടത്. മറ്റൊരു പക്ഷിയായി പറയുന്നത് കാക്കയാകുന്നു. കാക്ക പ്രത്യേകിച്ചും വീടുകളിൽ വരുന്നത് ശുഭകരമാണ് എങ്കിലും കാക്ക നൽകുന്ന ചില സവിശേഷമായ ലക്ഷണങ്ങളുണ്ട്. അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത്, കാക്ക മഞ്ഞ നിറത്തിലുള്ള വസ്തു വീടുകളിൽ കൊണ്ടുവരുന്നത് മഹാഭാഗ്യമാകുന്നു. ഇത്തരത്തിൽ കൊണ്ടുവരികയോ കൊണ്ടുവന്നിടുകയോ ചെയ്യുന്നത് അതീവ ശുഭകരമായാണ് കണക്കാക്കുന്നത്. ധനം, സ്വർണം മുതലായവ പെട്ടെന്ന് ആ ഗൃഹത്തിൽ ആ വ്യക്തികളുടെ കൈകളിലേക്ക് വന്നു ചേരാൻ പോകുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത്. ഉടനെ തന്നെ ഇവയുമായി ബന്ധപ്പെട്ട ശുഭവാർത്തകളും പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. അതിനാൽ കാക്കയെ ഇത്തരത്തിൽ കാണുന്നത് അതീവ ശുഭകരമായി തന്നെയാണ് കണക്കാക്കുന്നത്. മറ്റൊരു പക്ഷിയായി പറയുന്നത് തത്തയാകുന്നു. തത്തയെ ഏവർക്കും ഇഷ്ടമുള്ള ഒരു പക്ഷിയാകുന്നു. പക്ഷേ വീട്ടിലോ വീടിൻ്റെ പരിസരത്തോ കാണണം എന്നില്ല. എപ്പോഴും കാണുവാൻ സാധിക്കാത്ത, വളരെ അപൂർവമായി കാണുന്ന ഒരു പക്ഷിയാണ് തത്ത. തത്ത ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പറയുന്ന പക്ഷി കൂടിയാകുന്നു. പെട്ടെന്ന് തന്നെ ആ വീടുകളിലേക്ക് ധനം വന്ന് ചേരാൻ പോകുന്നു എന്നും ഉയർച്ച, അതേപോലെ തന്നെ അംഗീകാരം തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത്. അതിനാൽ തന്നെ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ വീട്ടിൽ വച്ച് തത്തയെ കാണുകയാണ് എങ്കിൽ, പറമ്പിൽ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. ആ വീടുകളിൽ ധനപരമായ ഉയർച്ച വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. മറ്റൊരു ജീവി പല്ലിയാകുന്നു. പല്ലി പലപ്പോഴും വീടുകളിൽ ഉണ്ടാകുന്ന ഒരു ജീവി തന്നെയാകുന്നു. എന്നാൽ പല്ലി വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. എന്നാൽ തുളസി വീടുകളിലുണ്ട് എങ്കിൽ, തുളസിയോട് ചേർന്ന് പല്ലിയെ കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായാണ് കണക്കാക്കുന്നത്. മഹാലക്ഷ്മി ദേവി നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അത്രമേൽ സവിശേഷമായ ലക്ഷണമാണ് പല്ലി വീടുകളിൽ ഇപ്രകാരം കാണുന്നത്. ദേവിയുടെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്നും അതിനാൽ മഹാഭാഗ്യം തന്നെ തേടിയെത്തും എന്നും അർത്ഥമാക്കാം. തൊഴിൽപരമായും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരാം. മറ്റൊരു ജീവി മൂങ്ങയാകുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പകൽ മൂങ്ങയെ കാണുന്നതാണ് ഏറ്റവും ശുഭകരം.
പകൽ മൂങ്ങയുടെ ശബ്ദം കേൾക്കുന്നത് പോലും അതീവ ശുഭകരമാകുന്നു. ഇങ്ങനെ കാണുന്നത് മഹാഭാഗ്യം വീടുകളിൽ വന്നു ചേരും എന്നും ആ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ട് എന്നും അർത്ഥമാക്കാവുന്നതാണ്. മറ്റൊരു ജീവിയായി പറയുന്നത് മഞ്ഞച്ചേരയാകുന്നു. മഞ്ഞച്ചേരയെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പറയാം. കിഴക്ക് വശത്ത്, പ്രത്യേകിച്ചും വീടിൻ്റെ കിഴക്ക് വശത്ത് കാണുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമാണ് എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ കാണുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറാനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ശിവാനുഗ്രഹം ആ വീടുകളിലുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ്. പെട്ടെന്ന് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരും എന്നും മഹാഭാഗ്യം തന്നെ തേടിയെത്തും എന്നും അർത്ഥമാക്കാവുന്നതാണ്. സാധിക്കുന്ന ഏവരും ശിവക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുവാൻ പരമാവധി ശ്രമിക്കേണ്ടതുമാകുന്നു. മറ്റൊരു പക്ഷിയായി പറയുന്നത് ഉപ്പനാകുന്നു. ഉപ്പനെക്കുറിച്ച് ഏവർക്കും അറിയാവുന്നതാണ്. ഗരുഡദേവനുമായി സാദൃശ്യമുള്ള ഒരു പക്ഷിയാണ് ഉപ്പൻ. ഉപ്പനെ വീടിൻ്റെ വടക്ക് വശത്ത് കുറേ സമയം ചിലവിടുന്നതായി കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാകുന്നു. കിഴക്ക് നിന്നും വടക്ക് വശത്തേക്ക് പോകുന്നതായി കാണുകയാണ് എങ്കിൽ അപ്രതീക്ഷിതമായ ധനലാഭം ആ വീടുകളിൽ പെട്ടെന്ന് വന്നു ചേരും എന്ന് തന്നെ അർത്ഥമാക്കാം. ഏറ്റവും ശുഭകരമായ ലക്ഷണം. അന്നേ ദിവസം വിളക്ക് തെളിയിച്ച് ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നീ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. മറ്റൊരു ജീവിയായി പറയുന്നത് താറാവാകുന്നു. താറാവിനെ പെട്ടെന്ന് വീടുകളിൽ കാണാത്ത അല്ലെങ്കിൽ വീടുകളിൽ വരാത്ത ഒരു ജീവിയാണ് താറാവ്. താറാവിനെ കാണുകയാണ് എങ്കിൽ സമ്പൽ സമൃദ്ധി ജീവിതത്തിലേക്ക് കടന്നു വരും എന്നും അർഹമായ പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഒന്നിൽ കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. അപ്രതീക്ഷിതമായി താറാവ് വീട്ടിൽ വന്നാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. മറ്റൊരു ജീവി അണ്ണാനാകുന്നു. അണ്ണാൻ വീടുകളിൽ വരികയാണ് എങ്കിൽ ആ വീടുകളിൽ സമാധാനം, ഐക്യം എന്നിവ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഭാഗ്യം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്നും സാമ്പത്തികപരമായി അല്പം നേട്ടങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്ന ചില വഴികൾ തെളിയും എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത്. മറ്റൊരു ജീവി കോഴിയാകുന്നു. കാട്ടുകോഴിയെ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നും അസുഖബാധിതരായ വ്യക്തികൾ വീടുകളിലുണ്ട് എങ്കിൽ അവരുടെ അസുഖം ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകും എന്നും കോഴിയെ കണ്ടതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ മയിലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പറയുവാൻ സാധിക്കും. മയിൽ വീടുകളിൽ വരുന്നത് അപൂർവം തന്നെയാകുന്നു. വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശുഭകരമായ സമയം ആരംഭിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കൂടാതെ സ്വർണം, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച, ധനപരമായ നേട്ടങ്ങൾ, കടബാധ്യതകൾ ഒഴിയുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുക. അതേപോലെ തന്നെ കറുത്ത ഉറുമ്പുമായി ബന്ധപ്പെട്ടും ചില ലക്ഷണങ്ങൾ പറയുവാൻ സാധിക്കും. കടിക്കാത്ത കറുത്ത ഉറുമ്പ് വീടുകളിൽ വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാക്കടങ്ങൾ ലഭിക്കുന്നതിന് സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നും ഭാഗ്യം വർദ്ധിച്ചിരിക്കുന്നതിനാൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ കറുത്ത ഉറുമ്പിനെ കാണുന്നതും ശുഭകരമാകുന്നു. പ്രധാനമായും ഈ ജീവികളെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ സമയങ്ങൾ ആരംഭിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും.